ആയുർവേദത്തില് മുഖം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് വായയാണ്. അപ്പൊ മുഖരോഗങ്ങൾ എന്ന് പറയുമ്പോൾ വായയുടെ പല്ലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെ നമ്മൾ മുഖരോഗങ്ങൾ എന്നാണ് സൂചിപ്പിക്കാറ്. ഈ മുഖരോഗ പ്രകരണത്തില് വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു. ഒരു പൽപ്പൊടി ഉണ്ടാക്കുന്നതിനുള്ള ഒരു യോഗമാണത്. അത് മുഖത്തിന്റെ ഒരുവിധം എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നതും അതുപോലെ മുഖത്തിന്റെ ദൗർഗന്ധ്യം, അതായത് വായുനാറ്റം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥയ്ക്കൊക്കെ വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു യോഗമാണത്. ആ യോഗം പ്രകാരം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരുന്നാണ് ദന്താനന്ദ ചൂർണം. അതൊരു പൽപ്പൊടി പോലെ യൂസ് ചെയ്യാവുന്നതാണ്. പലർക്കും ഈ പൽപ്പൊടി യൂസ് ചെയ്യുമ്പോൾ ഈ പല്ല് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് തേച്ചിട്ട് ഒരു തൃപ്തി വരില്ല പൽപ്പൊടി വെച്ച് തേക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവർ അറ്റ്ലീസ്റ്റ് രാത്രി പല്ല് തേക്കുന്നതെങ്കിലും പൽപ്പൊടി വെച്ചിട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ച് രാത്രി സമയത്താണ് ഈ വയനാട്ടിലുള്ളവര് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളുടെ ഭക്ഷണാവശിഷ്ടങ്ങളായാലൊക്കെ ഫുൾ ക്ലീൻ ആവാണ്ട് പല്ലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ ബാക്ടീരിയൽ ആക്ടിവിറ്റി നടക്കുക രാത്രി കാലങ്ങളിലാണ്. അപ്പൊ നമ്മൾ രാത്രി ഇതുപോലെ ദന്താനന്ദ ചൂർണം വെച്ചിട്ട് പല്ല് തേച്ചിട്ട് ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്ത് കെടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം വ്യത്യാസമായിട്ട് നമുക്ക് ഉണ്ടാവും. അത് നാച്ചുറൽ ആയിട്ട് തന്നെ അതിൽ അണുക്കളെ ഇല്ലാണ്ടാക്കുകയും പല്ലിന് ബലം തരികയും മോണരോഗങ്ങൾ കുറയ്ക്കുകയും ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നടക്കുകയും ചെയ്യും. വളരെ നല്ലൊരു യോഗമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടാണ് അത് ഉണ്ടാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയത്. ദന്താനന്ദ ചൂർണം എന്നാണ് ഇതിനൊരു പേരായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്.